സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ ഫ്രം ഈ ഒരു സീരീസ് എത്ര പേര് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ലോസ്റ്റിൻ്റെ ഒക്കെ ടീമില്ലേ അവന്മാർ ഇറക്കി വിടുന്ന ഒരു ഐറ്റമാണ്. സോ അതുകൊണ്ട് തന്നെ ലോസ്റ്റിൻ്റെ ചെറിയൊരു ടച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും. ആദ്യത്തെ സീസണൊക്കെ കിടുമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ആ ഒരു കൊറോണ ടൈമിൽ കുറേ പേരിലേക്ക് ഈ ഒരു സീരീസ് എത്താനും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അടുത്തടുത്ത സീസണുകൾ വന്നപ്പോൾ മെയിനായിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് ഇങ്ങനെ ഒരു ലോഡ് മിസ്റ്ററീസ് ഇങ്ങനെ കൊണ്ട് തള്ളിക്കൊണ്ടേ ഇരിക്കുവാണ്. ഈ ഒരു മിസ്റ്ററീസ് വരുന്നുണ്ടെന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തെ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇപ്പം തന്നെ സീസൺ 4 എത്തിയിട്ട് പോലും എന്താണ് ഈ സീരീസിൽ ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ കണ്ടവർക്കാർക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇപ്പോൾ ഫ്രമിന്റെ സീസൺ 4 ട്രെയിലർ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. സോ അത് കണ്ടിട്ട് ഏറെക്കുറെ ചെറിയ ചില ചുരുളുകളൊക്കെ കഴിയുമെന്ന് തോന്നുന്നു. എത്രത്തോളം സീക്രട്സ് ആണ് ഇവിടെ അയക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്തായാലും കണ്ട് തന്നെ അറിയാം. അപ്പോൾ എന്തായാലും സീരീസിനെ പറ്റി തന്നെയാണ് സംസാരിക്കാനുള്ളത് മെയിനായിട്ട്. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ട്രെയിലറിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് ബോയ്ഡിനെയാണ്. ബോയ്ഡിന് മൊത്തത്തിൽ മടുത്തിട്ടുണ്ട്. ആളെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. 3 സീസണുകളിലായിട്ട് മച്ചാൻ ഇനി അനുഭവിക്കാനായിട്ട് ബാക്കിയൊന്നുമില്ല. ഭാര്യയുടെ കല്ലറയുടെ അടുത്തിരുന്ന് പുള്ളി പറയുന്ന കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളി പറയുന്നത് എങ്ങനെയാണ്, ഞാൻ മാറുകയാണ്, അല്ലെങ്കിൽ എനിക്ക് കുറെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അതെന്റെ നല്ലതിനാണോ അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യമാണോ എന്നുള്ളൊരു കാര്യം എനിക്ക് പോലും മനസ്സിലാവുന്നില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഇത് കുറച്ചധികം കൺഫ്യൂസിംഗ് ആണ്. കാരണം ഇത് പുള്ളിയുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെയാണോ മെന്റൽ സ്റ്റേറ്റിനാണോ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം രണ്ട് സൈഡ് എടുത്ത് നോക്കിയാലും പുള്ളി ആകെ പൊളിഞ്ഞിരിക്കുകയാണ്. മെന്റലി ആളാകെ തകർന്നിരിക്കുകയാണെന്നുള്ള കാര്യം കഴിഞ്ഞ സീസണിന്റെ എൻഡിങ്ങിനോട് അടുത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഈ ഒരു സീസണിലെ ട്രെയിലറിന്റെ വിവിധ ഭാഗങ്ങളിൽ പുള്ളിനെ എടുത്തു നോക്കിയാലും പുള്ളി ഏറെക്കുറെ ഹോപ്പ് വിട്ട മട്ടാണ് കാണിക്കുന്നത്. ഇതിന് മുമ്പുള്ള സീസണുകളിലെല്ലാം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ടീമിനെ മൊത്തം, ആ ഒരു ആൾക്കാരെ മൊത്തം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ബോയ്ഡാണ്. പലപ്പോഴും അതിലുള്ള ആൾക്കാർ പ്രതീക്ഷ കൈവിടുമ്പോഴും ബോയ്ഡാണ് മുമ്പോട്ട് കയറി വന്നിട്ട് ഇല്ല ഇനിയും അവസാനിച്ചിട്ടില്ല, നമുക്ക് ഇനിയും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരാറുള്ളത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ആ ഒരു ബോയ്ഡ് എന്ന് പറഞ്ഞുള്ള ഒരു ക്യാരക്ടറും ബ്രേക്ക് ആവുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു ട്രെയിലറിൽ കാണിക്കുന്ന നിലയ്ക്ക് ഈ ഒരു അവസരത്തിലായിരിക്കണം ഈ ഒരു സ്ഥലത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള മിസ്റ്ററീസ് എല്ലാം കൂടുതൽ ചുരുളഴിയാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മെയിൻ ക്യാരക്ടർ ബ്രോക്ക് ആവുമ്പോഴാണല്ലോ ഒരു കച്ചിത്തരും പോലെ ഓരോ കാര്യങ്ങൾ കയറി വരുന്നത്. ആ ഒരു ഗതിക്ക് ഈ ഒരു ടൗണിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ഒരു പീപ്പിൾ എങ്ങനെയാണ് ഇവിടെ ട്രാപ്പ് ആയതെന്നുള്ള കാര്യത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു വ്യക്തത ഈ ഒരു സീസൺ കഴിയുന്നതിന് മുമ്പേ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അതിനുശേഷം ഒരു ഫ്യൂണറലാണ് കാണിക്കുന്നത്. ആൻഡ് ആ ഒരു ഫ്യൂണറൽ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് ജിമ്മിന്റെ ഫ്യൂണറൽ ആയിരിക്കുമെന്നാണ്. ബട്ട് ജിമ്മിന്റെ ഫ്യൂണറൽ അല്ലെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ 2 ഡെഡ് ബോഡീസ് ഉണ്ട്. പിന്നെ ഒന്നുകൂടെ ആ ഒരു സീക്വൻസ് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പുറകിലായിട്ട് ടാബിത്തയും ഈഡനും ഒക്കെ അങ്ങോട്ട് നടന്നു വരുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ഭർത്താവിന്റെ അടക്കിന് എന്തായാലും ഭാര്യയും പിള്ളേരും ഏറ്റവും അവസാനം കയറി വരത്തില്ലെന്ന് വിചാരിക്കുന്നു. സോ പ്രോബബ്ലി ഇത് ജിമ്മിന്റെ ഫ്യൂണറൽ അല്ലെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ ആരുടെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂണറൽ ഏറ്റവും മുമ്പിലായിട്ട് ഈ ഒരു ക്യാരക്ടർ നിൽക്കുന്നത് കാണാം. പുള്ളിക്കാരുടെ കയ്യിൽ കുറച്ച് പൂക്കളും ഉണ്ട്. സോ സീരീസിലോട്ടുള്ള ലേറ്റസ്റ്റ് എൻട്രി ആണ് ഈ ഒരു ക്യാരക്ടർ. സോഫി എന്നാണ് പേര്. ഈ ഒരു ടൗണിലോട്ട് എത്തിപ്പെടുന്ന പുതിയൊരു ക്യാരക്ടറാണ്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിന്റെ കൂടെ തന്നെ ഒരു ഫാദർ, അതായത് ഒരു അച്ഛനായിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടെ വരുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. സോ ആ ഒരു ക്യാരക്ടറിന്റെ മരണമായിരിക്കാം ആ ഒരു ഫാദർ ക്യാരക്ടറും ഈ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ ഒരുമിച്ചായിരിക്കാം ഈ ഒരു ടൗണിൽ ട്രാപ്പ് ആവുന്നത്. ആൻഡ് ആദ്യമൊന്നും സാധാരണഗതിയിൽ ഈ ഒരു പീപ്പിൾസ് പറയുന്ന കാര്യമൊന്നും വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം ഒരു പോയിന്റിൽ വെച്ച് ആ ഒരു ഫാദർ മരിക്കുന്ന രീതിയിലും ആ ഫാദറിന്റെ കൂടെ തന്നെ ഈ ഒരു ടൗണിലുള്ള വേറെ ആരെങ്കിലും കൂടെ ആയിരിക്കും മരിച്ചിട്ടുണ്ടാവുക. സോ അങ്ങനെയാണ് അവിടെ 2 ഡെഡ് ബോഡീസ് വരുന്നത്. ആ ഒരു ഫ്യൂണറൽ തന്നെ കുറച്ചധികം ഡാർക്ക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മിക്കവാറും സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡിലുള്ള ഒരു സീക്വൻസ് ആയിരിക്കണം ഇത്. സീസണിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള മിസ്റ്ററീസിനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നുകൊണ്ടായിരിക്കണം. കാക്കയൊക്കെ നല്ല രീതിക്ക് കരയുന്നുണ്ട് ഉച്ചത്തിൽ. എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ബോയ്ഡിന്റെ കൈ പിടിച്ചിട്ട് പുള്ളി അങ്ങ് പാതാളത്തിലോട്ട് വലിക്കുന്ന രീതിയിലുള്ള സീക്വൻസ് കാണിക്കുന്നുണ്ട്. മേ ബി ഇത് പുള്ളിയുടെ ഒരു ഇമാജിനേഷൻ ഹാലുസിനേഷൻ പരിപാടി ആയിരിക്കണം. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പുള്ളി മൈൻഡിൽ ആകപ്പാടെ ബ്രോക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ആ ഒരു ഗതിക്ക് പുള്ളിയുടെ വൈഫിന്റെ ആ ഒരു കല്ലറയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സീക്വൻസ് ആയിരിക്കണം ഇത്. മൈൻഡിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഫിസിക്കലിയും പുള്ളി ചെറുതായിട്ട് ബ്രോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഒരുമാതിരി സൂപ്പർ നാച്ചുറൽ ഇൽനെസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ എന്തോ ഒരു പ്രശ്നം പുള്ളിയുടെ ബോഡിയിൽ വരുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, മൊത്തത്തിലാകെ പാളി ഇരിക്കുവാണ് ആ ഒരു ക്യാരക്ടർ. ഏതൊരു രീതിയിലാണ് സീരീസിൽ കാണിക്കാൻ പോകുന്നത് എന്തായാലും കണ്ടു തന്നെ അറിയാം. അതിനുശേഷം കുറെ മൾട്ടിപ്പിൾ കട്ട് ഷോട്ട്സ് ആണ് കാണിക്കുന്നത്. ആ ഒരു സ്മൈലി ക്യാരക്ടർ ബോൺ ആയിട്ടുള്ള ആ ഒരു ബേസ്മെന്റിന്റെ ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. ക്രിസ്റ്റിയുടെ ആ ഒരു ഗേൾ ഫ്രണ്ട് സീസൺ 2 ചെയിനിൽ കെട്ടിയിട്ടുള്ള ആ ഒരു ടണൽ സീക്വൻസ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജെയ്ഡിന്റെ ഒരു വിഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഒരു വിനായം പോലെ കാണിച്ച ഈ ഒരു സീക്വൻസ് കുറച്ചധികം പ്രധാനപ്പെട്ടതാണ്. ഒരു കാർ വന്നിട്ട് നമ്മുടെ ബോയ്ഡിന്റെ ഓഫീസിലോട്ട് ഇടിച്ചങ്ങ് കയറ്റി പാർക്ക് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സീക്വൻസ് പോകുന്നത്. ആൻഡ് ആ ഒരു കാർ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ക്രോസ് കാണാം. ലൈക്ക് ഐ സെറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 2 പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫാദറിന്റെ ക്യാരക്ടറും പിന്നെ പുള്ളിക്കാരന്റെ കൂടെയുള്ള ആ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറും, അവർ 2 പേരെ സഞ്ചരിച്ചിരുന്ന ഒരു വണ്ടിയാണ് ഇതെന്ന് തോന്നുന്നു. ആൻഡ് ഏതോ ഒരു അവസരത്തിൽ ആ ഒരു കാർ നേരെ ഈ ഓഫീസിലോട്ട് ഇടിച്ച് കയറുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ആണ് ഇത്. ട്രെയിലറിന്റെ വേറൊരു സീക്വൻസിൽ കെന്നി അവിടെ വണ്ടിയുടെ ടയർ പഞ്ചറാക്കാനുള്ള ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഈ ഒരു കാറിനെ, ഇവർ 2 പേര് വരുന്ന ആ ഒരു വണ്ടിയെ നിർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കെണി ആയിരിക്കാം ഇത്. ആൻഡ് അതിൽപ്പെട്ടിട്ട് ഈ വണ്ടി നേരെ ഈ ഒരു ബോർഡിന്റെ ഓഫീസിലോട്ട് കുത്തി കയറുന്ന രീതിയിലായിരിക്കാം ഈ ഒരു സീക്വൻസ് പോകുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് വേറൊരു കാരണം കൂടി ഉണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറയാം. അതിനുശേഷം ഇതുവരെയുള്ള പ്രശ്നങ്ങളെ കൂടാതെ അടുത്ത പുതിയ എൻട്രി ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കൂടെ കാണിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ക്രീപ്പി ആയിട്ടുള്ള ഒരു പാവയെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പാവയുടെ ഏകദേശം ഒരു രൂപരേഖ
വരയാണ് വിക്ടർ വരയ്ക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല ഏലീസിനെയും ഈദിനെയും ടാബിത്തെയും എല്ലാം ഈ ഒരു പാവകള് രാത്രി വന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ വേറൊരു സീക്വൻസ് പോകുന്നുണ്ട്. ഈ പണി വരുന്നുണ്ട്. അതിനുശേഷം ജൂലി ജിമ്മിനെ പറ്റി ടാബിത്തയുടെ അടുത്ത് ചോദിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അച്ഛൻ എന്താ എത്ര നേരമായിട്ട് വരാത്തതെന്ന് ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സംശയം ഉണ്ടാക്കാം, കഴിഞ്ഞ സീസണിന്റെ എൻഡിൽ ജൂലിയുടെ മുമ്പിൽ വെച്ചിട്ടല്ല ജിമ്മ് മരിച്ചെന്നുള്ളൊരു കാര്യം. ആക്ച്വലി അത് വേറൊരു ടൈം ലൈനിൽ നിന്ന് വരുന്ന ഒരു ജൂലിയാണ്. സോ ആ ഒരു ജൂലിയാണ് ജിമ്മ് മരിക്കുന്നത് നേരിട്ട് കണ്ടത്. ആൻഡ് ഈ ഒരു ജൂലിക്ക് തന്റെ അച്ഛൻ മരിച്ച കാര്യം ഇതുവരെ അറിയത്തില്ല. ആൻഡ് അച്ഛൻ മരിച്ചോ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് തന്നെ കൺഫേം ആക്കാറായിട്ടില്ല. ആൻഡ് ഓൾറെഡി ജിമ്മിനെ കാണാൻ നിൽക്കുന്ന ടെൻഷനിൽ നിൽക്കുന്ന ടാബിത്തയുടെ അടുത്തോട്ട് ജെയ്ഡ് വന്നിട്ട് പറയുന്നുണ്ട് നമുക്കൊന്ന് സംസാരിക്കണമെന്നുള്ളൊരു കാര്യം. സോ ജിമ്മിന്റെ മരണവാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതിനെ തുടർന്ന് ഒരു സീക്വൻസ് എന്നോണം ഒരു റൂം കാണിക്കുന്നുണ്ട്. ആൻഡ് ആ റൂമിൽ കുറെ പെട്ടികൾ വെച്ചിരിക്കുന്നതായിട്ടും അതിന്റെ മുകളിലായിട്ട് നോളജ് കംസ് അറ്റ് എ കോസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നതായിട്ടും കാണാം. സോ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വെച്ചായിരിക്കണം ടാബിത്ത തന്റെ ഭർത്താവ് മരിച്ചൊരു ന്യൂസ് അറിയാൻ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സെറ്റപ്പിൽ വെച്ച് തന്നെ ടാബിത്ത വലിയ രീതിക്ക് കരയുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ വരിവരിയായിട്ട് നിരത്തി വെച്ചിരിക്കുന്ന പെട്ടികളിൽ ഒന്നിൽ ജിമ്മിന്റെ ഡെഡ് ബോഡി ആയിരിക്കണം. അതിനുശേഷം ഡോണ ഒരുമാതിരി ഡോറയുടെ പ്രയാണത്തിലെ ഡോറയുടെ കൂട്ട് ഒരു ട്രക്കിംഗ് ഷൂട്ടൊക്കെ ഇട്ട് നടക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ആ ഡോണ മാത്രമല്ല ഒരുപാട് പേര് ആ ഒരു രീതിക്ക് പോകുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. മിക്കവാറും ഇവരെല്ലാവരും നേരത്തെ പറഞ്ഞ കൂട്ട് ആ ഒരു പാവയുടെ അറ്റാക്കിൽ പെടാൻ സാധ്യതയുണ്ട്. ഇവർ പെന്നത്തിനാണ് ഈ കാട്ടിനകത്തോട്ട് കെട്ടിയെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മേ ബി ജിമ്മിനെ കാണാതായിട്ട് അവരൊരു ഗ്രൂപ്പായിട്ട് ഒരു സെർച്ച് പാർട്ടി തയ്യാറാക്കുന്നതായിരിക്കാം. അവരെല്ലാം കൂടെ ഒരു കാട്ടിൽ ജിം എവിടെയെന്നുള്ള രീതിക്ക് അന്വേഷിക്കാനായിട്ട് പോകുന്നതായിരിക്കാം. ആൻഡ് അവിടെ വിക്ടർ എന്തിനെയൊക്കെ കുഴിച്ചെടുക്കുന്ന രീതിയിലുള്ളവർ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ വിക്ടറിന്റെ അപ്പനും ഇരിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് വിക്ടർ വരച്ച ഒരു പടം തന്റെ അപ്പനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു പടം നോക്കിയാൽ മനസ്സിലാവും അത് മാൻ ഇൻ യെല്ലോയുടെ പടമാണ്. സോ വിക്ടറിന് ഓൾറെഡി കുറെ വിഷൻസ് ഒക്കെ വരുന്ന ഒരാളാണല്ലോ. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ മാൻ ഇൻ യെല്ലോനെയൊക്കെ നേരത്തെ ഒരു വിഷനിൽ വന്ന് കാണണം. പക്ഷെ പുള്ളി ഇതിനെക്കുറിച്ച് ആരോടും പറയുന്ന രീതിയിലുള്ള സീക്വൻസ് ഒന്നും ഇതുവരെ പോയിട്ടില്ല. സോ അതിലെ മിസ്റ്ററി എന്താണെന്ന് കണ്ടു തന്നെ അറിയാം. മാത്രമല്ല ഒരു യെല്ലോ സൂട്ട് പിന്നെ കാണിക്കുന്നത് ജെയ്ഡും ഈദനും വിക്ടറും കൂടെ ജിമ്മിനെ തേടി നടക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു മരത്തിനടിയിൽ ആ ഒരു യെല്ലോ സൂട്ട് കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോയ്ഡും ഏലീസും ജെയ്ഡും കൂടെ ഏതോ ഒരു ഡെഡ് ബോഡി എടുത്ത് തന്നെ വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു ഡെഡ് ബോഡി ജിമ്മിന്റെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു കയ്യിൽ ഒരു റിങ് കിടക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ബോഡി ഇട്ടിരിക്കുന്ന ഷർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഡാർക്ക് നീലയാണെന്ന് തോന്നുന്നു. ആ ഒരു കൈയുടെ ഭാഗത്തായിട്ട് ഷർട്ടിന്റെ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് കൂട്ടൊരു ഡ്രസ്സ് തന്നെയാണ് ആ ഒരു മരിക്കുന്ന സമയത്ത് ജിമ്മും ധരിച്ചിരുന്നത്. അതിനുശേഷം കാണിക്കുന്ന ഈ ഒരു സീക്വൻസ് ഇതിനു മുമ്പ് എവിടെയോ കണ്ട രീതിയിൽ നിങ്ങൾക്ക് തോന്നാനായിട്ട് ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് സീസൺ 2 9ാമത്തെ എപ്പിസോഡിൽ വന്നിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ജിം, ബോയ്ഡ്, ഡോണ എന്നിവർ ജിമ്മിന്റെ ആർവി വാൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സീക്വൻസ് ഇവിടെ ജൂലി കാണുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ജൂലിയുടെ പെർസ്പെക്റ്റീവിൽ ആ ഒരു സീക്വൻസിനെ കാണിക്കുകയാണ്. അതായത് ആ ഒരു സീക്വൻസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം ലൈനിലോട്ട് ജൂലി ടൈം ട്രാവൽ ചെയ്ത് എത്തുകയാണ്. സോ അത് കൂട്ട് ഒരുപാട് എപ്പിസോഡുകളിലേക്ക് ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകളിലോട്ട് ജൂലി എത്തുന്ന രീതിയിലുള്ള സീക്വൻസ് ഉണ്ടാവാൻ കാര്യമുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത്. ടാബിത്തയുടെ വീടിനകത്ത് ചെറുതായിട്ട് ചില സൂപ്പർ നാച്ചുറൽ പരിപാടികളൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. ഇതിന് മുമ്പ് ആ ടാലിസ്മാനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നുള്ളതായിരുന്നു വെപ്പ്. ബട്ട് ഇപ്പോൾ അത് കടന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ കടുപ്പമായി തുടങ്ങി. അതിനുശേഷം തോണ്ട ഈ ഒരു പെണ്ണുമ്പിളയെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. ചില ക്യാരക്ടേഴ്സ് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ കവാലക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നും. അത് കൂട്ടൊരു ക്യാരക്ടറായിരുന്നു ഇത്. ബോയ്ഡിനും പുള്ളിക്കാരിക്കും തമ്മിൽ എന്തോ ഒരു ഫൈറ്റ് ഉണ്ടാവുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു ആംബുലൻസിന്റെ അടുത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. സോ മേ ബി ഈ ഒരു പുള്ളിക്കാരി എന്തോ ഒരു കൊണസ്റ്റ് വിദ്യ വെച്ചിട്ട് ആ ഒരു ആംബുലൻസ് എടുത്ത് രക്ഷപ്പെടാൻ പോകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി കാണിച്ച് കാണണം. ആ ഒരു ആംബുലൻസിന്റെ സൈഡിലായിട്ട് ആ ഒരു ടയർ പഞ്ചറാക്കുന്ന സെറ്റപ്പും വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കെനി ആ ഒരു ടയർ പഞ്ചറാക്കുന്ന സെറ്റപ്പ് ഉണ്ടാക്കുന്നത് മേ ബി ഈ ഒരു ആംബുലൻസിനെ ട്രാപ്പാക്കാൻ വേണ്ടിയോ ആയിരിക്കും. കാരണം ഈ ഒരു ആംബുലൻസ് ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു ഷോട്ട് കാണിച്ചിട്ട് തൊട്ടടുത്ത സീക്വൻസിലാണ് ആ ഒരു കെനിയുടെ ഷോട്ടും കാണിക്കുന്നത്. സോ മേ ബി ഇങ്ങനെയും ആവാം. അതിനുശേഷം വേറൊരു സീനിൽ ആ ഒരു മാൻ യെല്ലോ ട്രാൻസ്ഫോം ആയി വേറെ എന്തോ ആവുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. മേ ബി പുള്ളിക്കാരൻ ട്രാൻസ്ഫോം ആയിട്ട് ജിമ്മായിട്ട് മാറുന്നതാണോ എന്നൊരു ചെറിയ സംശയമുണ്ട്. കാരണം പുള്ളിക്കാരൻ കറക്റ്റ് ഡെഡ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ഈദൻ വീണ്ടും ജിമ്മിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലും അവർ തമ്മിൽ ഹഗ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. സോ മേ ബി മാൻ യെല്ലോ ഇവരെയൊക്കെ ഡിസീവ് ചെയ്തിട്ട് ഈ ഒരു ജിമ്മിന്റെ രൂപം എടുത്ത് വരുന്നതായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ ജൂലി ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും തന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊസറാക്കൊള്ളിത്തരം കാണിച്ചോ ഒന്നും അറിയത്തില്ല. സോ ജിമ്മിന്റെ തിരിച്ചുവരവ് എങ്ങനെയാണെന്നുള്ള രീതിക്ക് തിരിച്ചു വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ള രീതിക്ക് എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അതിനുശേഷം ട്രെയിലർ എൻഡ് ആവുന്നത് എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും എന്തോ ഒരു പരിപാടിയിൽ ഡിസ്റ്റർബ് ആയിട്ട് ഭയങ്കര രീതിയിൽ ഒച്ചത്തിൽ ഇങ്ങനെ അലറിക്കറിയുന്ന രീതിയിലുള്ള കട്ട് ഷോട്ട്സ് എല്ലാവരുടെയും ഇങ്ങനെ ആർക്കും ഒരു കുറവ് വരുത്തിയിട്ടില്ല. എല്ലാവരുടെയും വെച്ചിട്ടാണ് ട്രെയിലർ എൻഡ് ചെയ്യുന്നത്. മേ ബി ഇത് ചിലപ്പോൾ ആ ഒരു ടൗണിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അവിടെ ട്രാപ്പായിട്ടുള്ള ഇവരുടെ എല്ലാവരുടെയും മെന്റൽ സ്റ്റേബിലിറ്റി ഇല്ലാതാക്കി എല്ലാവരെയും ബ്രേക്ക് ആക്കണം എന്നുള്ളൊരു പരിപാടിയാണല്ലോ. സോ ട്രെയിലറിന്റെ എൻഡിൽ തന്നെ ഇങ്ങനെ ഒരു സീക്വൻസ് എല്ലാവർക്കും വേണ്ടി വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അറ്റ് ലാസ്റ്റ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടെ പെട്ടുപോയിട്ടുള്ള എല്ലാവരും ഇമോഷണലി ബ്രേക്ക് ആവും ഈ ഒരു സീരീസിൽ എന്നാണ് തോന്നുന്നത്. സോ അപ്പോൾ ട്രെയിലറിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്ന സീക്വൻസുകളും അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സോ ഇമോഷണലി എല്ലാവരും ബ്രേക്ക് ആയി എന്നുള്ളതൊക്കെ ഓക്കെ. ദെൻ വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ചോദ്യം ഉണ്ട്. മിസ്റ്ററി ഇങ്ങനെ പടച്ചു വിടുന്നത് നല്ലൊരു കാര്യം തന്നെ. ബട്ട് മിസ്റ്ററി ഇങ്ങനെ പടച്ച് വിട്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ. അറ്റ് ലാസ്റ്റ് ആ മിസ്റ്ററിയുടെ ഒരു എൻഡിങ് കാണിക്കുമ്പോഴാണ് അതിനൊരു ബ്യൂട്ടി വരുന്നത്. സോ ഫ്രമിന്റെ കേസിൽ ഇതുവരെ ആ ഒരു മിസ്റ്ററിയുടെ ചുരുൾ ഇതുവരെ അഴിഞ്ഞിട്ടില്ല. സോ ഇനിയും ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ മാത്രം നിരത്തിക്കൊണ്ട് സീരീസ് മുന്നോട്ട്
മുന്നോട്ട് പോകാനാണ് ചാൻസ് എങ്കിൽ ഉള്ള വ്യൂവേഴ്സ് കൂടി നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എത്ര പേര് സീസൺ 4 വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളും ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി, ഈ ഒരു സീസണിലെങ്കിലും വല്ലതും നടക്കുമോ എന്നുള്ളൊരു കാര്യത്തിലുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും പരിപാടികളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയുടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.